മലബാറിലെ +2 പ്രതിസന്ധി പരിഹരിക്കാൻ പുതിയ ബാച്ചുകളും സീറ്റുകളും അനുവദിക്കണമെന്ന് ഏറെക്കാലമായുള്ള ആവശ്യമാണ്. പക്ഷേ പുതിയ അധ്യയന വർഷത്തിലേക്കും താൽക്കാലിക സീറ്റ് അനുവദിക്കുക മാത്രമാണ് സർക്കാർ ചെയ്തത്. സർക്കാർ നിലപാടിനെതിരെ പ്രക്ഷോഭത്തിനിറങ്ങാനാണ് SKSSF തീരുമാനം. ഒരു കോൺഫറൻസിൽ ഇരിക്കുന്നത് പോലെ, സെമിനാറിൽ പങ്കെടുക്കുന്നത് പോലെ വിദ്യാർത്ഥികൾ അവിടെ ക്ലാസ് മുറിക്കകത്ത് വന്നിരുന്ന് കടമ നിർവഹിച്ചു പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാര്യക്ഷമമായ പഠനമോ അല്ലെങ്കിൽ കാര്യക്ഷമമായ രീതിയിലുള്ള വിദ്യാഭ്യാസമോ അവർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് വസ്തുത. ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രക്ഷോഭ രംഗത്തേക്ക് പോകാനാണ് SKSF തീരുമാനിച്ചിട്ടുള്ളത്. സമസ്തയിലെ ലീഗ് വിരുദ്ധ പക്ഷത്തുള്ള നേതാക്കൾക്ക് ശക്തമായ പിന്തുണ നൽകുന്നവരാണ് വിദ്യാർത്ഥി സംഘടനയായ SKSSF. സർക്കാരുമായുള്ള നല്ല ബന്ധം പ്രക്ഷോഭത്തിന് തടസ്സമാകില്ലെന്ന് ജനറൽ സെക്രട്ടറി വിശദീകരിച്ചു. ജനാധിപത്യ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ ആവശ്യങ്ങൾ പറയുകയും ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടുകയും ചെയ്യുക എന്നത് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഞങ്ങളുടെ ബാധ്യതയായിട്ട് ഞങ്ങൾ കാണുകയാണ്. അടുത്തയാഴ്ച മലപ്പുറത്ത് തുടങ്ങുന്ന പ്രക്ഷോഭ പരിപാടികൾ പിന്നീട് മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാനാണ് തീരുമാനം. മലബാറിനോട് അനീതി തുടരുന്ന പക്ഷം രണ്ടാം നികുതി നിഷേധ പ്രക്ഷോഭം തുടങ്ങേണ്ടി വരുമെന്ന് കഴിഞ്ഞ ദിവസം SKSSF നേതാവ് സത്താർ പന്തല്ലൂർ വ്യക്തമാക്കിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.